പ്രൈസ് ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സർവത്തിന്മേലും അധികാരമുള്ള സർവാധികാരിയായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. യേശുക്രിസ്തുവിന് എന്തിൻ്റെ മേലൊക്കെ അധികാരമുണ്ട് എന്നറിയണ്ടേ? പ്രധാനമായും രണ്ട് വിധ കാര്യാദികളാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒന്ന്, സ്വർഗത്തിലെ അധികാരം; രണ്ട്, ഭൂമിയിലെ അധികാരം. ഈ രണ്ട് വിധ കാര്യാദികൾ ലഘുവായി വിശദീകരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ഒന്ന്, സ്വർഗത്തിലെ അധികാരം. സ്വർഗത്തിലെ യേശുക്രിസ്തുവിന് എന്തിൻ്റെ മേലൊക്കെ അധികാരമുണ്ട് എന്നറിയണ്ടേ? ഒന്നാമതായി ദൂതന്മാരുടെ മേൽ അധികാരമുണ്ട്. രണ്ടാമതായി സ്വർഗീയ അധികാരങ്ങളുടെ മേൽ അധികാരമുണ്ട്. മൂന്നാമതായി സ്വർഗീയ ശക്തികളുടെ മേൽ അധികാരമുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ ഈ 3 വിധ കാര്യാദികൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇങ്ങനെ തുടങ്ങി സ്വർഗത്തിലെ സകലത്തിന്മേലും അധികാരമുള്ള സർവാധികാരിയായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്. രണ്ട്, ഭൂമിയിലെ അധികാരം. യേശുക്രിസ്തുവിന് ഭൂമിയിൽ എന്തിൻ്റെ മേലൊക്കെ അധികാരമുണ്ടായിരുന്നു എന്നറിയണ്ടേ? നാം സുവിശേഷ പുസ്തകങ്ങളാകുന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിത്യാദി പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ 5 വിധ അധികാര ശക്തികളെക്കുറിച്ച് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. ഒന്ന്, രോഗത്തിന്മേലുള്ള അധികാരം. യേശുക്രിസ്തുവിന് രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നത് കൊണ്ടാണ് നിരവധി രോഗികൾ യേശുക്രിസ്തുവിലൂടെ സൗഖ്യമായത്. രണ്ട്, മരണത്തിന്മേലുള്ള അധികാരം. യേശുക്രിസ്തുവിന് മരണത്തിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നത് കൊണ്ടാണ് ലാസറേ പുറത്തു വരിക എന്ന യേശുക്രിസ്തുവിൻ്റെ ആജ്ഞാവാചകത്തിൻ്റെ മുൻപിൽ മരിച്ചവൻ ജീവൻ പ്രാപിച്ച് പുറത്തു വരുവാൻ ഇടയായിത്തീർന്നത്. മൂന്ന്, പ്രകൃതിയുടെ മേലുള്ള അധികാരം. യേശുക്രിസ്തുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ടായിരുന്നത് കൊണ്ടാണ് കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാകുക എന്ന യേശുക്രിസ്തുവിൻ്റെ ആജ്ഞാവാചകത്തിൻ്റെ മുൻപിൽ കാറ്റും കടലും ശാന്തമായത്. 4, അശുദ്ധാത്മാക്കളുടെ മേലുള്ള അധികാരം. യേശുക്രിസ്തുവിന് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരമുണ്ടായിരുന്നത് കൊണ്ടാണ് യേശുക്രിസ്തു പടകിൽ നിന്ന് ഇറങ്ങി ഗദരദേശത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോഴേക്കും അശുദ്ധാത്മാവ് ബാധിച്ചതായ മനുഷ്യൻ, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിനു മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ എന്ന് നിലവിളിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ പാദത്തിൽ വീണത്. 5, പാപത്തിൻ്റെ മേലുള്ള അധികാരം. യേശുക്രിസ്തുവിന് പാപത്തിൻ്റെ മേൽ അധികാരമുണ്ടായിരുന്നത് കൊണ്ടാണ് പക്ഷപാത രോഗിയോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് കൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. ഇങ്ങനെ തുടങ്ങി സകലത്തിന്മേലും അധികാരമുള്ള സർവാധികാരിയായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും സേവിക്കുന്നത്.